ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, മിനിഞ്ഞാന്ന് രാത്രിയാണ് ആ ഒരു വലിയ ദുരന്തം അടിമാലിയിൽ ഉണ്ടായത്. ബിജു എന്ന ഗൃഹനാഥന്റെ ജീവനെടുത്ത വലിയ മണ്ണിടിച്ചിൽ ദുരന്തം. അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താൻ ഇന്ന് പരിശോധന നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ജിയോളജി, റവന്യൂ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം സ്ഥലത്ത് പരിശോധന നടത്തും. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം തയ്യാറാക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. വി.കെ. സ്റ്റാലിൻ ഉണ്ട് നമുക്കൊപ്പം. കൂടുതൽ വിവരങ്ങളുമായി സ്റ്റാലിൻ, ഇന്ന് നിർണായകമായ പരിശോധനകളാണ് അവിടെ നടക്കാൻ പോകുന്നത്. ആര്യ, ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ദേശീയപാത വിഭാഗമുണ്ട്, NHI ദേശീയപാത വിഭാഗം, അതോടൊപ്പം തന്നെ മൈനിങ് ആൻഡ് ജിയോളജി, അത് ഹസാർഡ്സ് അനലിസ്റ്റ്, സോയിൽ കൺസർവേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള വലിയ ഒരു ടീമിനെയാണ് സർക്കാർ ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് പരിശോധന നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഇന്ന് കാലാവസ്ഥ ഇന്നലെ പോലെയല്ല, ഇന്ന് കാലാവസ്ഥയ്ക്ക് കുറച്ച് മാറ്റമുണ്ട്. ഇന്ന് രാവിലെ മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുരന്ത പ്രദേശങ്ങളിലെ പരിശോധനകൾ മഴ ശക്തമായാൽ, മഴ പെയ്താൽ എത്രമാത്രം നടത്താൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളും ഉദ്യോഗസ്ഥർക്കുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രദേശത്തു നിന്നുള്ള 42 കുടുംബങ്ങളെ ഇപ്പോൾ ആകെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടാണ് വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനായത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ബാക്കിയുള്ള 22 കുടുംബങ്ങളെ കൂടി അവിടെ നിന്നും അടിമാലി സർക്കാർ ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കാര്യമായി തന്നെ അവിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുരോഗമിച്ചിട്ടുണ്ട്. ആര്യ, കെ. സ്റ്റാലിനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.